ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്റ്റർ. ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, പ്രൂവ് ദാറ്റ് tan theta by 1 minus cot theta plus cot theta by 1 minus tan theta is equal to 1 plus sec theta cosec theta. ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡ് എടുത്ത് പ്രൂവ് ചെയ്യാം. ലെഫ്റ്റ് എന്താണ്? tan theta by 1 minus cot theta plus cot theta divided by 1 minus tan theta. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. നോക്കിയേ, tan theta നമുക്ക് എങ്ങനെയാ പഠിച്ചിരിക്കുന്നത്? sin theta by cos theta അല്ലേ? നമുക്ക് അങ്ങനെ എഴുതാം. sin theta by cos theta ആണ് tan theta എന്ന് പറയുന്നത് അല്ലേ? ഡിവൈഡ് ബൈ cot theta നമുക്ക് അങ്ങനെ തന്നെ ആക്കാം. എങ്ങനെയാണ്? 1 minus cot theta എന്താണ്? cos theta by sin theta. നമുക്കറിയാവുന്നതാണല്ലോ അല്ലെ? tan theta എന്ന് പറഞ്ഞാൽ sin theta by cos theta, cot theta എന്ന് പറഞ്ഞാൽ cos theta by sin theta പ്ലസ് cot theta ഇവിടെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, cos theta by sin theta. ഇതിൽ നമ്മൾ ഐഡന്റിറ്റി പഠിക്കുന്നതാണ്. 1 minus tan theta നമുക്ക് എങ്ങനെ എഴുതുന്നത്? sin theta by cos theta. ഓക്കെ ആണല്ലോ ഇത്രയും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ അതുപോലെ തന്നെ നമുക്ക് വീണ്ടും എഴുതാം, sin theta by cos theta ഡിവൈഡ് ബൈ എന്റെ LCM sin theta. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത്? sin theta മൈനസ് cos theta ഡിവൈഡ് ബൈ sin theta. ഇവിടെ അതുപോലെ തന്നെ cos theta ഡിവൈഡ് ബൈ sin theta ഡിവൈഡ് ബൈ ഇതിന്റെ നമുക്ക് LCM cos theta. cos theta ആകുമ്പോൾ ഇവിടെ എന്ത് വരും? cos theta മൈനസ് sin theta ഡിവൈഡ് ബൈ cos theta എന്ന്. അത്രയും ക്ലിയർ ആണല്ലോ. ഇത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. ഇവിടെ LCM കാണേണ്ടതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു. അപ്പൊ LCM sin theta ആയതുകൊണ്ട് sin theta മൈനസ് cos theta വരും. ഇവിടെ cos theta മൈനസ് sin theta വരും അല്ലെ? ഇനി നമുക്ക് നോക്കിയേ ഇതിനെ നമുക്ക് sin theta by cos theta sin theta മൈനസ് cos theta ഡിവൈഡ് ബൈ sin theta കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ? നോക്കിക്കേ, sin theta ഡിവൈഡഡ് ബൈ cos theta. അത് അതുപോലെ തന്നെ എഴുതി. ഈ sin theta മൈനസ് cos theta ഡിവൈഡഡ് ബൈ sin theta നമുക്ക് എങ്ങനെ വരും? sin theta മുകളിലോട്ട് പോകും അല്ലെ? sin theta ഡിവൈഡഡ് ബൈ എന്താണ് ഇവിടെ വരുന്നത്? sin theta മൈനസ് cos theta പ്ലസ് ഇവിടെ നോക്കിക്കേ, cos theta ബൈ sin theta അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്, cos theta ബൈ sin theta. നോക്കിയാൽ cos theta മൈനസ് sin theta ഡിവൈഡ് ബൈ cos theta. അപ്പൊ cos theta എന്ത് ചെയ്യും? മേളിലോട്ട് പോകും അല്ലെ? cos theta അവിടെ അതുപോലെ എഴുതുക. ഇവിടെ വരുന്ന എന്താണ്? cos theta മൈനസ് sin theta. ഒന്നുകൂടെ നമുക്ക് എഴുതായത് sin theta ഡിവൈഡ് ബൈ sin theta ഇൻറ്റു sin theta എന്താണ്? sin square theta ഡിവൈഡ് ബൈ cos theta ഇൻറ്റു sin theta മൈനസ് cos theta പ്ലസ് ഇവിടെ നോക്കി, cos theta മൈനസ് sin theta നമുക്ക് ഇതേപോലെ ആക്കണമെങ്കിൽ നമുക്ക് എന്താണ്? ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ മൈനസ് കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എന്താ? cos theta മൈനസ് sin theta ആവും. അപ്പൊ ഇവിടെ എന്ത് വരും? മൈനസ് വരും. മനസ്സിലായോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഇവിടെ മൈനസ് വന്നത്? ഇവിടെ cos theta മൈനസ് sin theta ആണ്. അപ്പൊ നമ്മൾ sin theta മൈനസ് cos theta ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ മൈനസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ cos theta ഇൻറ്റു cos theta എന്ത് വരും? cos square theta ഡിവൈഡഡ് ബൈ sin theta ഇൻറ്റു sin theta മൈനസ് cos theta. ഇത്രയും വന്നല്ലോ. നോക്കിക്കേ, ഇവിടെ എല്ലായിടും എന്താണ് കോമൺ ആയിട്ട് നമുക്ക് sin theta മൈനസ് cos theta ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അതൊന്ന് വെളിയിലോട്ട് എടുക്കാം, sin theta മൈനസ് cos theta എന്നുള്ളത് വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണുള്ളത്? ബ്രാക്കറ്റിനകത്ത് വരുന്ന എന്താണ്? sin square theta ഡിവൈഡഡ് ബൈ cos theta മൈനസ് ഇവിടെ എന്താണ് കിടക്കുന്നത്? cos square theta ഡിവൈഡഡ് ബൈ sin theta. ഇവിടെ എന്താണ്? ഇവിടെയും നമുക്ക് LCM കാണണം അല്ലെ? LCM എന്താ വരുന്നത്? sin theta cos theta അല്ലെ? cos theta sin theta എന്ന് വരും. നമുക്ക് നോക്കാം, 1 by sin theta minus cos theta
ഇൻറ്റു ഇവിടെ എന്താണ് സൈൻ തീറ്റ കോസ് തീറ്റ ആവും. LCM വരുന്നത് കോസ് തീറ്റ സൈൻ തീറ്റ, ഇവിടെയോ സൈൻ ക്യൂബ് തീറ്റ മൈനസ് കോസ് ക്യൂബ് തീറ്റ. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇതിന്റെ LCM കണ്ട് ചെയ്തതാണ്. അപ്പൊ നമുക്ക് എന്താണ് സൈൻ തീറ്റ കോസ് തീറ്റയും നമ്മുടെ ഇത് പിന്നെ LCM കാണുമ്പോഴത്തേക്കും സൈൻ ക്യൂബ് തീറ്റ വരും. ഇവിടെ അതുപോലെ തന്നെ എന്താണ് കോസ് ക്യൂബ് തീറ്റ വരും കേട്ടോ. അപ്പൊ ഇനി നോക്കിയാൽ ഇത് അതുപോലെ തന്നെ എഴുതുക. സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. പിന്നെയോ ഇവിടെ ഒന്ന് നോക്കിയാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ മനസ്സിലാകുന്നത്? സൈൻ ക്യൂബ് തീറ്റ മൈനസ് കോസ് ക്യൂബ് തീറ്റ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോമിലാണ് ഇത് കിടക്കുന്നത് അല്ലെ. എ ക്യൂബ് മൈനസ് ബി ക്യൂബിലാണ് സൈൻ ക്യൂബ് തീറ്റ മൈനസ് കോസ് ക്യൂബ് തീറ്റ. അപ്പൊ നമ്മളൊരു ഫോമുല പഠിച്ചിട്ടുണ്ട്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി അല്ലെ. പഠിച്ചിട്ടുള്ളതാണല്ലോ. ഈ ഫോമിലേക്ക് ഈ ഐഡന്റിറ്റി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. നോക്കിക്കേ, നമുക്ക് ഐഡന്റിറ്റി എന്താണ് ചെയ്യേണ്ടത്? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഈ ഐഡന്റിറ്റി ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? 1 സൈൻ തീറ്റ ഇൻറ്റു സൈൻ ക്യൂബ് തീറ്റ മൈനസ് കോസ് ക്യൂബ് തീറ്റ അല്ലെ. സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. ഇവിടെ എന്ത് വരും നമുക്ക്? സൈൻ ക്യൂബ് തീറ്റ മൈനസ് കോസ് ക്യൂബ് തീറ്റ, അതായത് എ മൈനസ് ബി. എ എന്ന് പറയുന്ന സൈൻ തീറ്റയും ബി എന്ന് പറയുന്ന കോസ് തീറ്റയും അതാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ എ മൈനസ് ബി എന്താണ് വരുന്നത്? അതായത് സൈൻ എ മൈനസ് കോസ് എ, സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ, സോറി സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു പിന്നെ എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇത്രയും ഓക്കെ ആണല്ലോ അല്ലെ. ഡിവൈഡ് ബൈ ഇനി താഴെ എന്ത് കിടപ്പുണ്ട്? കോസ് തീറ്റ സൈൻ തീറ്റ ആണല്ലോ. നോക്കിക്കാൻ നമുക്ക് ഈ സൈൻ തീറ്റയും ഈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയും ഈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ. ബാക്കി നോക്കിയേ, മേളിൽ നോക്കിക്കേ, ഇവിടെ ഒരു 1 ഉണ്ട്. 1 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. നമ്മളൊരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് അല്ലെ. 1 പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എന്താണ്? കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇത്രയും വരെ ക്ലിയർ ആണല്ലോ അല്ലെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതായത് ഓരോന്നിനും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. നോക്കിക്കേ, 1 കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ സൈൻ തീറ്റ. ഓരോന്നിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ ഈ സൈൻ തീറ്റ കോസ് തീറ്റ നമുക്ക് എന്താണ്? ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. ബാക്കി പോയിട്ട് നമുക്ക് വരുന്നതായിട്ട് 1 കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇത് ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 1 കിട്ടി അല്ലെ. പ്ലസ് 1. മനസ്സിലായോ? 1 കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് 1 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. 1 കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐഡന്റിറ്റി. 1 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? സീക് തീറ്റ അല്ലെ. സീക് തീറ്റ ഇൻറ്റു ഇത് 1 സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കൊസീക് തീറ്റ പ്ലസ് ഇവിടെ ഒരു 1 കൂടെ കിടപ്പുണ്ട് അല്ലെ. നമുക്ക് എന്ത് കിട്ടി? ആൻസർ 1 പ്ലസ് സീക് തീറ്റ കൊസീക് തീറ്റ. ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന 1 പ്ലസ് സീക് തീറ്റ കൊസീക് തീറ്റ. അപ്പൊ നോക്കിക്കേ, LHS ഈസ് ഈക്വൽ ടു എന്താണ്? RHS അല്ലെ. RHS നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. LHS വന്നിട്ട് 1 പ്ലസ് സീക് തീറ്റ കൊസീക് തീറ്റ എന്നുള്ള നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.